എന്തായാലും നിങ്ങൾ ഒരു സിനിമ കളിയാക്കരുത്. കാരണം അത് ഒരു സിനിമ ഒരു സിനിമ ക്ലാസിക് പടമാണ്. എത്രയൊക്കെ അങ്ങനെ പടം ഉണ്ടാക്കാൻ പറ്റും. അതും റെക്കോർഡ് കളക്ഷനാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ. അതെ, ഈ ഫസ്റ്റ് സിനിമയുടെ മതിയില്ലോ, റെഗുലർ മതിയില്ലോ, ഇനി വേറെ സിനിമയുടെ ആവശ്യമില്ല. അത് ബ്ലോക്ക് ബസ്റ്റർ ഇട്ട് ക്ലാസിക് പടം. സാധാരണ ക്ലാസിക് പടം ഒന്നും ഓടാറില്ല. ഈ ക്ലാസിക് പടം ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഓടി. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇനി ഒരു പടത്തിനും ഈ റെക്കോർഡ് പിടിക്കാൻ പറ്റില്ല. റെഗുലർ ആവുന്ന റെക്കോർഡ് പിടിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ബോക്സ് ഓഫീസ് കളക്ഷനാണ്. ഈ മൂവി കാണാത്ത ആൾക്കാരില്ല. ഇതിപ്പോ വേറെ പടലാക്കി ചൈനീസ് പടലാക്കി റീമേക്ക് ചെയ്യാം. പോലെ ആൾക്കാർ ലോകത്തിലെ ആൾക്കാർ കാണാൻ, എല്ലാവരും കാണാൻ. നിങ്ങളുടെ സിനിമ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും ഈ റെഗുലർ ആവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തിയേറ്റർ കാണാൻ കഴിയില്ല. ഇപ്പൊ IFK ഇത് വരാൻ സാധ്യതയുണ്ട് പ്രീമിയേഴ്സുമായിട്ട്. ബെർലിനിലെ കെയിൻസ് വന്നാണ്. പിന്നെ ഓസ്കർ 6 നോമിനേഷൻ കിട്ടിയത്. ബെസ്റ്റ് ഡയറക്ടർ പിന്നെ അത് കഴിഞ്ഞ് കിട്ടിയ ഗോൾഡൻ ഗ്ലോബ്. ഭയങ്കര ഇവരറിയില്ല, പല ആൾക്കാരെങ്കിലും പറയും. പക്ഷെ പടം കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഇങ്ങനെ പടം ഈ ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല. അത്രയ്ക്ക് എന്ന മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് അത്ര ഇതാണ്. ശരിക്കും നമ്മുടെ പുള്ളിയുടെ പേര് സ്റ്റാർബിനേഴ്സ് വായിച്ചത് മൈക്കൽ ആംഗലോ, കുറ്റാഷോ അല്ലെങ്കിൽ ബേർഡ്മാനോ സത്യത്തിലെ സ്റ്റൈലൊക്കെയാണ് പുള്ളി ഉണ്ടാകുന്നത്. സത്യത്തിലാണ് പുള്ളിയുടെ മുമ്പിൽ ഒന്നുമല്ല. ഇതായാലും ഒരു അനുഗ്രഹീത കലാപ്രതിഭയാണ്. അദ്ദേഹത്തെ വെച്ച് പറയാൻ ഞാൻ ആരുമല്ല.